ഹായ് ഹലോ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. എല്ലാവരും തന്നെ ഞാൻ ലൈവിലൊക്കെ കയറിയപ്പോൾ ചോദിച്ചായിരുന്നു, പിന്നെ പേരെന്താ, സ്ഥലം എവിടെയാണ്, പിന്നെ എന്താണ് ജീവിതത്തിൽ എന്താ പ്രശ്നം, പിന്നെ നിങ്ങളെ ജീവിത രീതിയൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ലൈഫ് സ്റ്റോറി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാട്ടോ. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ, നല്ല രീതിയിലൊന്നും പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പിന്നെ പറയുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പേരെല്ലാവർക്കും തന്നെ അറിയാം, ഷാമിലി എന്നാണ് പേര്. പിന്നെ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്താട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത്. എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് കണ്ണൂർ ജില്ലയിൽ മയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെക്കേഷൻ്റെ അവധിക്ക് നാട്ടിൽ വന്നതാണ്. അങ്ങനെ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഇവിടെ നാട്ടിലുണ്ട്. എൻ്റെ വീട്ടിലെ അമ്മയും പിന്നെ 2 സഹോദരിമാരാണ്. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അവർ കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ മാറി മാറി താമസിക്കുന്നു. അതുപോലെ അമ്മയാണെങ്കിലും ചെറിയ കൂലിപ്പണിക്കൊക്കെ പോയാട്ടോ ജീവിക്കുന്നത്. ഞങ്ങൾ തീരെ പാവപ്പെട്ട കുടുംബത്തിലാണ്. പണ്ട് മുതലേ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇവിടം വരെ എത്തി. പിന്നെ നമ്മുടെ എന്താ പറയുക, കഷ്ടപ്പാടൊക്കെ നമ്മുടെ കൂടപ്പിറപ്പ് പോലെ തന്നെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു രീതിയിലും വിട്ടുപിരിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും തന്നെ ഉണ്ട്. കാരണം ഞങ്ങൾ ജനിച്ച് വളർന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും. വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക, കഴിഞ്ഞുകൂടാനുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ചെറിയ രീതിയിലുള്ള വക മാത്രമേ ഉള്ളൂ. എന്നും പണിക്ക് പോയാൽ മാത്രമേ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുള്ളൂ. ജോലിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അങ്ങനെ തട്ടിമുട്ടി അങ്ങ് കഴിഞ്ഞു കൂടണമെന്ന് മാത്രമേ ഉള്ളൂ. പിള്ളേരെ പഠിപ്പിക്കണം. എനിക്ക് 2 കുട്ടികളാണ്. അവർ 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഒരാൾ 7ാം ക്ലാസ്സിലും ഒരാൾ 1ാം ക്ലാസ്സിലുമാണ് പഠിക്കണത്. ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഡ്രൈവർ എന്ന് പറഞ്ഞാലും ചെറിയ രീതിയിലുള്ള ഈ ചെങ്കൽമടയിലെ ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ എന്നും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഉള്ള പണി കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിച്ച് പോകുന്നു എന്നുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലും വീടില്ലാത്തതിൻ്റെ പേരിലും അതുപോലെ സമൂഹത്തിൽ എപ്പോഴും ഒരൊറ്റപ്പെടലും ഒരു അവഗണനയൊക്കെ നേരിടുന്ന ഒരാളാട്ടോ ഞാൻ. എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിൽ ചെന്നപ്പോഴാണേലും എല്ലാവരും തന്നെ എന്താ പറയുക, നമുക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു പരിഗണനയിലാട്ടോ എല്ലാവരും എന്നെ കണ്ടേക്കണേ. അപ്പോൾ ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ അമ്മേൻ്റെ വീട്ടിൽ വന്നപ്പോഴായാലും അതുപോലെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. കാരണം എല്ലാ മനുഷ്യർക്കും പണവും വീടും ഒക്കെ ആണല്ലോ വലുത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ അതൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും തന്നെ ആ ഒരു ലെവലിലാണ് ഞങ്ങളെ കാണുന്നത്. അപ്പം അമ്മ ഒത്തിരി കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്താണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം ഞങ്ങളുടെ വിവാഹമൊക്കെ കഴിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അച്ഛനാണെങ്കിൽ ഞങ്ങളെ ചെറുപ്പത്തിലേ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അച്ഛനൊക്കെ ഇല്ലാത്തതിൻ്റെ വിഷമവും ആങ്ങളമാരില്ലാത്തതിൻ്റെ വിഷമമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വത്ത് നമുക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് വലിയ രീതിയിലുള്ള സ്വത്തും കാര്യങ്ങളൊന്നും എൻ്റെ അമ്മയ്ക്കില്ല കേട്ടോ. ആകെ 16 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ നടുക്കാണ് വീട്. അപ്പോൾ വിൽക്കാൻ പാകത്തിനുള്ള സാഹചര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അനുഭവിച്ചു കേട്ടോ. കാരണം എല്ലാവരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങൾ അനുഭവിച്ചിടത്തോളം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഒരാൾക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ കള്ളു കുടിച്ച് ബഹളം വെച്ചു. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും അതുപോലെ എപ്പോഴും തല്ലും കൊട്ടുമൊക്കെ ആയിട്ട് ഞങ്ങൾ മറ്റുള്ളവരെ വീട്ടിൽ പോയി അഭയം തേടി, അതുപോലെ എന്താ പറയുക, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ഇരക്കേണ്ട ഒരു ഗതികേട് വന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നുമില്ല. എങ്കിലും തന്നെ എന്താ പറയുക, നമുക്ക് അന്നുള്ള പണി ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കുക എന്നുള്ള രീതിയിലായിട്ട് ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞു പോണേ. ഞങ്ങളുടെ ഹസ്ബൻഡാണേലും എൻ്റെ ഹസ്ബൻഡാണേലും പണിയുള്ള സമയത്ത് നല്ല രീതിയിൽ ഞങ്ങളെ പോയിട്ട് വിട്ടു. എന്നാലും ഞങ്ങൾക്ക് ചെറിയ കടങ്ങളും കാര്യങ്ങളും ഉണ്ട്, വീടില്ല, സ്ഥലമില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഈ വാടകയ്ക്കൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴും നേരിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണേലും എല്ലാവരും മുമ്പിൽ നമുക്കൊന്നും ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ എന്താ പറയുക, മറ്റുള്ളവർ നമ്മളെ അങ്ങനെ കാണുമല്ലേ. ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ എന്താ പറയുക, പണമുള്ളവർക്കല്ലേ ഒരു വിലയുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് വീടില്ല, അല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങിക്കാനൊക്കെ എനിക്ക് ഇപ്പോഴും മടിയാട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ എവിടെയും പോകാറൊന്നുമില്ല. തൽക്കാലം ഇങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ എന്താ പറയുക വെച്ചുണ്ടാക്കി ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നുള്ളൊരു സ്വഭാവമായിരുന്നു എനിക്ക്. പക്ഷേ ഈ എന്താ പറയുക, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചൊരു മാറ്റം വന്നു കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്കൊരു സന്തോഷം വരാനും അതുപോലെ എന്താ പറയുക, നല്ല രീതിയിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മളിപ്പോൾ ചാനലൊക്കെ തുടങ്ങി ഇത്രത്തോളം ഇവിടെ എത്തിയില്ലോ എന്ന് വിചാരിച്ചു. നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ തന്നെ പോവാന്ന്, വേറെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ചാനൽ പോകുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ പോയാലാണ് അതിൻ്റെ ഏണിങ്സ് എല്ലാം കിട്ടുള്ളൂ. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ
വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറി കിടക്കാനായാലും നല്ല വീടൊന്നുമില്ല കേട്ടോ. അത് ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇല്ല, എൻ്റെ അമ്മയുടെ വീട്ടിലും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കിടക്കുന്ന സ്ഥലമൊക്കെ തീരെ ചെറിയൊരു വീടാണ്. ഒരു മുറിയുള്ളൂ കേട്ടോ. ഒരു മുറി ഒരു അടുക്കളയൊക്കെ ഉള്ള വീട്ടിലാണ് ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. പണ്ടത്തെ ആൾക്കാരുടെ കൂട്ട് തന്നെ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയുള്ള വീട്ടിലാണ് കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ അതിന് എന്താ പറയുക, ഒരു മാറ്റം കിട്ടാനായിട്ട് ഞങ്ങളെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല, പിന്നെ ജോലി ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ജോലിയുള്ള കൂട്ടർക്കാണല്ലോ എന്തെങ്കിലും ലോണൊക്കെ വെച്ച് പൈസ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്ഥലമൊക്കെ വെച്ച് പൈസ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല വരുമാനം ഇല്ലാത്തതിൻ്റെ പേരിൽ അടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ ഇന്നും പണിക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും ട്രാജഡികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ.